الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. صدق الله العلي العظيم. رحم الله عبدا سمحا إذا باع، سمحا إذا اشترى، سمحا إذا اقتضى. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഉപകാരപ്പെട്ട അറിവുകളും അല്ലാഹു ധാരാളമായി നൽകട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി മഹാനവറുകൾ സൂചിപ്പിച്ചൊരു വിഷയം കച്ചവടത്തെ സംബന്ധിച്ചാണ്. എല്ലാ മേഖലകളിലും നമ്മൾ നിരതരാവണം. പ്രവർത്തന വൈപുല്യം, അതിൻ്റെ ഉത്സാഹം, അതൊക്കെ നമുക്ക് വേണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ കച്ചവടം സത്യസന്ധവും കൃത്യതയും ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ ഉപദേശമാണ്. കാരണം കച്ചവടം ദീനിലെ ദുനിയാവിലെ മഈശത്തിൻ്റെ മാർഗങ്ങളിൽ ഉത്തമമായ മാർഗമായി തിരുനബി കാണിച്ചു തന്നതാണ് കച്ചവടം. ആ കച്ചവടം നല്ല നിലക്ക് ചെയ്താൽ ഏറ്റവും നല്ല ആളുകളുടെ കൂടെയായിരിക്കും അവൻ മഹ്ശറിൽ ഉണ്ടാവുക. അതേസമയത്ത് കച്ചവടത്തിൽ അരുതായ്മകൾ വന്നുപോയാൽ അവൻ ഏറ്റവും ചീത്തയായ ആളുകളോടൊപ്പമായിരിക്കും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അതുകൊണ്ട് കച്ചവടത്തിന് ഇറങ്ങുന്നവർ അതുമായി ബന്ധപ്പെട്ട മതനിയമങ്ങൾ, ഹറാമ് ഹലാല്, ചെയ്യാൻ പറ്റുന്ന കച്ചവടങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കച്ചവടങ്ങൾ, ഇങ്ങനെയുള്ള മതനിയമങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. നിസ്കാരം നമുക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ആ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ നിസ്കരിക്കൽ ഒഴിവാക്കാൻ പറ്റൂല. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്, ഫർള് ഐന. പക്ഷെ ആ ഫർള് ഐനായ നിസ്കാരം പഠിക്കണം, പഠിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്, നിർബന്ധമാണ്. പെട്ടെന്നൊരാൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കടന്നു വന്നാൽ അയാളുടെ ആദ്യ പണി എന്താ? ഇസ്ലാമിലേക്ക് വന്നാൽ അയാള് ഉടനെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി നിർബന്ധമാകുന്ന ഒരു ഇബാദത്ത് നിസ്കാരം. അപ്പൊ അയാൾ നിസ്കാരത്തെ കുറിച്ച് പെട്ടെന്ന് പഠിക്കണം. പിന്നെ അയാൾ വേറെ കാര്യങ്ങൾക്കൊന്നും സമയം ചെലവാക്കരുത്, അത് പഠിക്കണം. പഠിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഒരു വഖ്ത് നിസ്കാരം ഖളാ ആകാൻ പോവുകയാണ്. എന്നാൽ വേഗം പഠിച്ചെടുക്കലോളം വെച്ചിട്ട് ആ നിസ്കാരം നിർവഹിച്ച് വീണ്ടും അടുത്ത വഖ്താവുമ്പോഴേക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ ഇതുപോലെ നിസ്കാരം നിർവഹിക്കുന്നയാൾ അതിന്റെ നിയമങ്ങൾ പഠിച്ചിരിക്കൽ നിർബന്ധമുള്ളതുപോലെ കച്ചവടത്തിൽ ഇറങ്ങുന്നയാള് കച്ചവടത്തിന്റെ നിയമങ്ങൾ പഠിച്ചിരിക്കണം. ഹറാമായ ഇടപാടുകളുണ്ട്, അതിൽ ഏർപ്പെടാൻ പാടില്ല. ഹലാലായ ഏർപ്പാടുകളെ തിരിച്ചറിയണം, അതേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഈ പഠനം ഒഴിവാക്കുന്നതിൽ ഒരു ഇളവുമില്ല. ഓനക്ക് അത് സാധിക്കൂല, എന്നാ വേണ്ട എന്ന് വെക്കാൻ പറ്റൂല. കച്ചവടം ചെയ്യണോ, കച്ചവടത്തിന്റെ നിയമങ്ങൾ പഠിച്ചിരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിരുന്നു എന്ത്? ലാ യബിഉ ഫീ സൂഖിനാ വലാ യശ്തരി മൻ ലം യതഫഖഹ് ഫഇൻ ലം യതഫഖഹ് അകല റിബ വഹുവ ലാ യഅലം. അവിടെ നിന്നുള്ള ആഹ്വാനം എന്തായിരുന്നു? ഈ അങ്ങാടിയിൽ മതനിയമം പഠിക്കാത്തയാള്, കച്ചവടത്തിന്റെ നിയമം പഠിക്കാത്ത ആള് കച്ചവടം ചെയ്യരുത്.
അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അപ്പൊ ഈ അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ വരുന്ന ആള് കച്ചവടത്തിന്റെ നിയമം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം കച്ചവടം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ടൗണിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകും. നമുക്ക് പഞ്ചായത്തിന്റെ കുറെ നിയമങ്ങളുണ്ട്, ഗവൺമെന്റ് നിയമങ്ങളുണ്ട്. പക്ഷെ മതത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഇസ്ലാമിക ഭരണം ഉള്ളയിടത്തിൽ ഉമർ ഖത്താബ് തങ്ങൾ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു, ഈ അങ്ങാടിയിൽ കച്ചവടം ചെയ്യണമെങ്കിൽ കച്ചവടത്തിന്റെ നിയമം പഠിച്ച ആളുകളാകണം. നിയമം പഠിച്ചിട്ടില്ലെങ്കിലോ അറിയാതെ പലിശ തിന്നു പോകും. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് വരുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചിരിക്കണം. കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്മയും നീതിയും പുലർത്തണം. വിട്ടുവീഴ്ചയുടെയും ഔദാര്യത്തിന്റെയും രീതി സ്വീകരിക്കണം. പിന്നെ കച്ചവടത്തിൽ നമ്മുടെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സുമായിട്ടുള്ള കശപിശകൾ ഒഴിവാക്കണം. എന്തെങ്കിലും ചെറിയ വാക്ക് തർക്കങ്ങളും മറ്റും വരുന്നത് ഒഴിവാക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ആ കച്ചവടത്തിൽ ബർക്കത്ത് പെരുത്തുണ്ടാവാൻ അത് കാരണമാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. കച്ചവടം വളരും, കച്ചവടം വലുതാവും. ഒരു ഷോപ്പുള്ള ആൾക്ക് ഇനിയൊരു ഷോപ്പ്, അടുത്തൊരു ഷോപ്പ്, ഇങ്ങനെ ഷോപ്പുകൾ കൂടി വരും. അതിനുള്ള മാർഗം എന്താ? കച്ചവടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നന്മയും നീതിയും. നന്മയും നീതിയും എന്ന് പറഞ്ഞാല് നമ്മളൊരു ഓനറിയില്ലല്ലോ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കൃത്രിമം കാണിക്കാതിരിക്കുക, അർത്ഥത്തിൽ തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കുക, ഓനെ പറ്റിക്കാതിരിക്കുക, പഴയ സാധനം കൊണ്ടുവച്ചിട്ട് അത് പുതിയതാണെന്ന് പറഞ്ഞു വയ്ക്കുക. ഇങ്ങനത്തെ മോശപ്പെട്ട സ്വഭാവം ഒഴിവാക്കി നീതിപൂർവകമാവുകയും അതുപോലെ തന്നെ നന്മ ചെയ്യുകയുമാണ്. നന്മ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. അപ്പൊ ആ ഹോട്ടലിലേക്ക് ഒരു സാധു മനുഷ്യൻ വരികയാണ്. അയാൾക്ക് നല്ല വിശപ്പുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അയാളുടെ കയ്യിൽ കാശില്ല. എന്നാൽ ആരോടും പറയണ്ട, അയാൾക്ക് സൗജന്യമായിട്ട് വയറ് നിറയെ ഭക്ഷണം കൊടുക്കും. അങ്ങനത്തെ ഒരു മര്യാദ. അതുപോലെ ഒരു അനാദി കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ കച്ചവട സാധനം വാങ്ങാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ടുണ്ട്. അയാൾക്ക് സാധനം വേണം, പക്ഷെ അയാൾ കയ്യിൽ കാശില്ല. അയാൾ എന്തോ വല്ലാതൊരു കഷ്ടപ്പാടെ കഴിയുന്ന ആളാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നോ എങ്കിൽ നമ്മൾ എന്തായാലും കച്ചവടം ചെയ്യല്ലേ, നമ്മളെ വക അയാൾക്ക് ആഹാരത്തിനുള്ള വക കൊടുക്കട്ടെ എന്ന് കുറച്ച് സാധനം അയാൾക്ക് കൊടുത്തിട്ട് വേണം കാശുകളൊക്കെ തരണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു വളരെ സ്വകാര്യമായിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ തിരിച്ചറിയുക കൂടി ചെയ്യുന്ന ഒരു രീതി അതിന് നന്മ. അതുകൊണ്ട് നമുക്കൊരു കുറവൊന്നും വരില്ല. നമുക്കതുകൊണ്ട് പറഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെ കൊടുത്ത ഇപ്പുറത്ത് ഡബിൾ അതിൻ്റെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നന്മയും നീതിയും പിന്നെ വിട്ടുവീഴ്ച ഇതിൽ കാര്യം അനിവാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ കച്ചവടം മുന്നോട്ട് പോകില്ല. അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. പിന്നെ ഈ തമ്മിൽ തർക്കം വരുന്നത് വളരെ സൗമ്യമായ രൂപത്തിൽ നമ്മൾ അതിനെ ഉണ്ടാക്കണം, പെരുമാറുന്നതാണ്. സൗമ്യത കച്ചവടക്കാരിൽ വളരെ അനിവാര്യമാണ്. അള്ളാന്റെ ദൂതര് പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ അടിമ? സംഹൻ ഇദാ ബാഅ, വല്ലതും വിൽക്കുന്ന സമയത്തും സൗമ്യത അദ്ദേഹം കൈക്കൊള്ളും. സംഹൻ ഇദാ ഇശ്തറ, സാധനം വാങ്ങിക്കുമ്പോഴും ഒരു സൗമ്യത കൈക്കൊള്ളും. സംഹൻ ഇദാ ഇഖ്തള, കടമായിട്ട് മേടിക്കുമ്പോഴും കടമായിട്ട് കൊടുക്കുമ്പോഴും അപ്പോഴൊക്കെ സൗമ്യത. അവിടെയൊക്കെ ഈ ഗൗരവഭാവം വളരെ മോശം എടുത്തടിച്ചതുപോലെ വർത്താനം പറയുക, വെറുപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക, അതൊന്നും ഇല്ലാതെ വളരെ സൗമ്യതയിൽ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആ ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കച്ചവടത്തിൽ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഈ വിൽക്കൽ വാങ്ങൽ ഇടപാടുകൾക്ക് ഇസ്ലാം വെച്ചൊരു നിയമമാണ്. വിൽക്കുന്നയാള് ഞാൻ വിറ്റു എന്ന് പറയാം, വാങ്ങുന്ന ആള് ഞാൻ വാങ്ങി എന്ന് പറയാം. ഇങ്ങനെ രണ്ടാളുകൾ തമ്മിൽ ഈജാബും കബൂലും എന്ന് പറയും. അതിപ്പോ ശരിക്കും നടക്കുന്നത് നിക്കാഹിലാണ്. നിക്കാഹിന് കെട്ടിച്ചു കൊടുക്കുന്ന ആള് ഞാൻ കെട്ടിച്ചു തന്നു എന്ന് പറയും, പുതിയാപ്പിള ഞാൻ സ്വീകരിച്ചു എന്ന് പറയും. ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്ന ഇടപാടുകൾക്കൊക്കെ ഇതിന് ഈ വാചകം പറയുക എന്നുള്ളതാണ്. അത് ഒന്നാമൻ പറയുന്ന വാചകത്തിന് ഈജാബ്, രണ്ടാമൻ പറയുന്നതിന് കബൂല് എന്ന് പറയും. വിൽപ്പനക്കാരൻ പറയുന്നതിന് ഈജാബ്, വാങ്ങുന്നവൻ പറയുന്നതിന് കബൂൽ. വലിയ പറയുന്ന നിക്കാഹിന്റെ വലിയ പറയുന്ന ആളത് ഈജാബ്, പുതിയാപ്പള പറയുന്ന വാചകത്തിന് കബൂല്. ഇങ്ങനെ പറയും.
ഈ ഈജാബ് കബൂല് കച്ചവടത്തിലൊക്കെ വേണമെന്നാണ് എല്ലാ സാധനത്തിലും. പക്ഷേ ഇന്നിപ്പോ അത് നടക്കണില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ര കൂടുതൽ കർശനാക്കാത്തത്? മഹാന്മാർ ചിലർ അഭിപ്രായപ്പെട്ടു ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ഏത് വേണമെന്നില്ല, ഹിജാബ് കബൂല് വേണമെന്നില്ല. അത് ഇവിടെ കൊടുക്കുന്നു, കാശ് ഇങ്ങോട്ട് വാങ്ങി വെക്കും, അത് മതി എന്നുള്ള ആ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും അത് അവലംബമാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഈ ചെറിയ ചെറിയ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. അത് വിചാരിച്ചിട്ട് വലിയ വലിയ സാധനങ്ങൾ 10,000-കണക്കിന് രൂപ വില ഉള്ള വലിയ വലിയ സാധനങ്ങൾ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈജാബ് കബൂൽ വേണം എന്നാണ് പറയുന്നത്. അതില്ലാതിരുന്നാൽ ആ കച്ചവടം ശരിയാവില്ല എന്ന് വരെ അഭിപ്രായം. വലിയ വലിയ സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഈ കച്ചവടക്കാരന് ഒരു വാക്ക് പറഞ്ഞാൽ നല്ലതാണ്. എന്താ, ഇതിന് ഇത്ര ഉറുപ്പ്യാണോ, ഈ ഉറുപ്പ്യക്ക് നിങ്ങൾ എടുക്കണോ, നിങ്ങൾക്ക് വേണോ എന്നൊരു വാക്ക് ചോദിക്കണം. അപ്പൊ വാങ്ങുന്ന ആൾ പറയും അത് പാക്കാക്കിക്കോ, അത് ഞാൻ വാങ്ങി, അതായിക്കോട്ടെ എന്ന് ഏതെങ്കിലും ഒരു സമ്മതത്തിന്റെ വാക്ക് കസ്റ്റമർ പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതാണ് ആ വിൽപ്പനയുടെ. അല്ലെങ്കിൽ പിന്നെ ഈ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ചെറിയ വിലയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു? ചെറിയൊരു അഭിപ്രായ വ്യത്യാസമാണ്. ആ വാങ്ങുന്നോ പറഞ്ഞ 10,000 റുപ്യക്കാണെങ്കിൽ തന്നെ ഇതല്ല 12 റുപ്യ ഇതിന്റെ വിലയാണ്, തരാൻ പറ്റൂല. 10 റുപ്യക്കാണെങ്കിൽ ഞാൻ എടുത്ത്. അപ്പൊ വിൽപ്പനക്കാരൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്നാലും ഈജാബും കബൂലായി. അതായത് പരസ്പരം തൃപ്തിയെ അറിയിക്കുന്ന വാക്കുകൾ ഉണ്ടാകണം. നമ്മളിപ്പോ സ്ഥലം മേടിക്കുന്നുണ്ട്, ബിൽഡിംഗ് മേടിക്കുന്നുണ്ട്, പിന്നെ കന്നുകാലികളെ വാങ്ങുന്നുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ. ഈ ഭൂമിയൊക്കെ വാങ്ങുന്നില്ല, പരിയും സ്ഥലമൊക്കെ വിൽക്കല് വാങ്ങലൊക്കെ നടക്കുന്നില്ല. അതിലൊക്കെ എന്ത് വേണം? ഈജാബ് കബൂല് വേണം. തോട്ടത്തിലെ മരമൊക്കെ ഒരാൾക്ക് മുറിക്കാൻ വേണ്ടി വിൽക്കണം. ആ സമയത്തൊക്കെ ഈ കാണുന്ന മരം ഇത്ര ഉറുപ്പ്യക്ക് നിനക്ക് ഞാൻ വിറ്റിരിക്കുന്നത് സ്വീകരിച്ചല്ലോ, തൃപ്തിയാണല്ലോ, ഓക്കെ എന്ന് മറ്റേ പറയണം. അപ്പോഴാണ് അതിൻ്റെ ഈജാബും കബൂലും ഉണ്ടാകുക. അപ്പൊ വലിയ സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്തായിരുന്നാലും ഈജാബ് കബൂല് വേണം എന്നത് നമ്മളൊക്കെ അറിയണം, ശ്രദ്ധിക്കണം. അതൊരു ചെറിയ വാചകത്തിൽ ഒതുക്കാൻ മതി. ഇത് 10 റുപ്യ വില, ഇത് എനിക്ക് വേണം, നീ എടുക്കുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈജാബ്. അങ്ങനെ ഒരു വാചകം ഉണ്ടാവണം എന്ന്. പിന്നെ ചതി, വഞ്ചന, കള്ളസത്യം തുടങ്ങി അത്തരം മോശപ്പെട്ടതെല്ലാം കച്ചവട മേഖലയിൽ ഒഴിവാക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തുജാറു കച്ചവടക്കാർ യുഹ്ശറൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ഹാജരാക്കപ്പെടുക ഫുജ്ജാറൻ, തമ്മാടികളായിട്ടാണ്. തമ്മാടികളുടെ കൂട്ടത്തിലാണ് ഓല ഹാജരാക്കപ്പെടുക. എന്താ കാരണം? ഈ ചതിയും വഞ്ചനയും ഒക്കെ നടത്തിയിട്ട്. അതേസമയത്ത് സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകളോ, സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെയുള്ള ആ കാറ്റഗറിയിലുള്ള ആളുകളുടെ കൂടെയായി. ഓരോരു സ്ഥലത്ത് കാണാം അമ്പിയാക്കളുടെ ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ഗ്രേഡിലാണ് ഈ നല്ല സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവരുടെ ഗ്രേഡ്. അത്ര വലിയ ശ്രദ്ധ കച്ചവടത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഉണ്ട്. അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. നല്ലവരോട് അല്ലാഹു നമ്മളെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കട്ടെ. അമ്പിയാക്കളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ കൂട്ടത്തിൽ അണിനിരത്തി അല്ലാഹു നമുക്ക് ആഖിറം വിജയിപ്പിച്ചു തരട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.